ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്നൊരു ഈന്തപ്പഴം പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കൂടരുത്. ഇതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് മാറ്റാം. ഇതിലേക്ക് ഒരു 5-6 കുരു കളഞ്ഞ കാരക്ക ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരക്കയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഹാർഡായിട്ടുള്ള കാരക്കയാണെങ്കിൽ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഓരോന്നും ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഞാൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി. പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ബാറ്ററി ഈ ഒരു രൂപത്തിൽ വേണം, ഈ ഒരു തിക്നെസ് വേണം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളകൾ ഓരോന്നായിട്ട് ബാറ്ററിലിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം.
മുട്ടേൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇനി തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. അങ്ങനെ നമ്മളെ ഡേറ്റ്സ് പൊരിച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.